അപ്പൊ ഞാൻ ഈ വീഡിയോയില് മലയാളം ക്യാപ്ഷൻ എങ്ങനെ എ ആയിട്ട് കൊണ്ടിടാൻ നോക്കാം. ഇപ്പൊ നമ്മളെല്ലാരും കഷ്ടപ്പെട്ടിരുന്ന് ടൈപ്പ് ചെയ്ത് കൊണ്ടിടലല്ലേ ക്യാപ് കട്ടില്. പക്ഷെ ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും ചെയ്യും. മലയാളം പക്ഷെ കുറെ ആൾ നോക്കിയിട്ട് അത് വരില്ല. ഇത് ലാംഗ്വേജ് മലയാളം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരാറില്ല. അപ്പൊ നമ്മൾ ഇന്ന് എ മലയാളം ക്യാപ്ഷൻ എങ്ങനെ ഇടാന്ന് കാണിച്ചു തരാം. ഞാൻ കുറെ വീഡിയോസിലേക്ക് കണ്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത് നമ്മൾ ക്യാപ് കട്ട് ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തോ. ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഒരു ടൈപ്പ് പരിപാടി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാപ് കട്ട് തുറന്ന് ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. അപ്പോൾ വരും. അതായിട്ട് ഞാൻ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് എടുത്ത് ആഡ് ചെയ്യാം. അപ്പൊ അത് എടുത്തിട്ട് ഇവിടേക്ക് ഒന്ന് വലിച്ചിടുക. അതായിട്ട് നമ്മൾ ടെക്സ്റ്റിലേക്ക് പോവാം. വരുന്നില്ല. ടെക്സ്റ്റിലേക്ക് പോയിട്ട് നമ്മൾ ഓട്ടോ ക്യാപ്ഷൻസ് എടുത്തിട്ട് ഇവിടെ സ്പോക്കൺ ലാംഗ്വേജ് മലയാളം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ബില്ലിംഗ് എന്തിട്ടാന്ന് എനിക്കറിയില്ല. അപ്പൊ അതങ്ങനെ കേട്ടോ. അതായിട്ട് നമ്മൾ ജനറേറ്റ് അടിക്കുക. അപ്പൊ ഇതിങ്ങനെ ലോഡിങ് വരും. അത് ലോഡിങ് കഴിഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് കളയാം. ആ ലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്ഷൻസ് ഇവിടെ വരും. അപ്പോ ഈ വീഡിയോയിൽ അപ്പൊ എന്താ ഇഷ്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിൽ ഈ ക്യാപ്ഷൻ സൂം ചെയ്യട്ടെ. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും, കണ്ട. അപ്പോ ഈ വീഡിയോന്റെ താഴെ കാണുന്ന ക്യാപ്ഷൻസ്, പക്ഷെ അത് നമ്മുടെ ഇവിടെ വരില്ല. അതാണ് മെയിൻ ഇഷ്യൂ. എല്ലാവരും ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എയിൽ അടിച്ചു വരുമ്പോൾ ഇവിടെ വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മുന്നേ യൂസ് ചെയ്യുന്ന പോലെ FML ഫോണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടിടും. അപ്പോഴും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അത് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കണ്ട ഇവിടെ ഒരുവിധം കറക്റ്റ് ആവട്ടെ. കുറച്ചൊക്കെ നിങ്ങൾ മാറ്റേണ്ടി വരും. ഒരുവിധം കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് വരും. ഇപ്പൊ ഞാൻ ഇത് വെച്ച് കാണിച്ചു തരാം. അപ്പോ ഈ വീഡിയോന്റെ താഴെ ഈ കാണുന്ന ക്യാപ്ഷൻസ് ഒന്നും ഞാൻ ടൈപ്പ് ചെയ്ത് കയറ്റി ചെയ്തില്ല, കണ്ട. അപ്പൊ നമ്മള് അതെന്തുണ്ടായാലോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചോ. പിന്നെ നമ്മള് ഇത് ശരിക്കും ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണല്ലോ. മലയാളം ഫോണ്ട് വേണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ക്രോമിൽ പോവുക. എന്നിട്ട് ഓട്ടോ സയൻസ് മലയാളം ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ ഫോണ്ടിൽ നിന്ന്. അത് ഫ്രീ ആണ്. അത് വേറെ നമ്മൾ ഗെറ്റ് ഫോണ്ട് അടിക്കുക, അതറിയാലോ. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ വെറും സിസ്റ്റത്തില് ഫയലിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഡൗൺലോഡ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക വെറുതെ. അത് കഴിഞ്ഞിട്ട് ക്യാപ് കട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഫോണ്ടിന്റെ അവിടെ പോയിട്ട് സിസ്റ്റത്തിന്റെ അവിടെ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അത് വരില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്യാപ് കട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് മൊത്തം ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി തുറന്നിട്ട് ആ ഫോണ്ട് ഇവിടെ എടുക്കണ്ടാവും. ഇതിപ്പോ ഞാൻ രണ്ടെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ മഞ്ചേരി ബോൾഡും പിന്നെ നോട്ടോ സയൻസും ഒന്നുമുണ്ട്. നോട്ടോ സയൻസ് മലയാളം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ നോട്ടോ സയൻസ് മലയാളം ചുമ്മാ ഞെക്കുക. അപ്പൊ നമുക്ക് ഞാൻ കാണിച്ചു തരട്ടോ. കണ്ട, അപ്പൊ നമ്മുടെ ക്യാപ്ഷൻ കറക്റ്റ് ആയിട്ട് വന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൊത്തം സെലക്ട് ചെയ്യുക. ഈ ഫോണ്ട് മൊത്തം സെലക്ട് ചെയ്യുക. പക്ഷെ ഇതിലുള്ള ഇഷ്യൂ എന്താ വെച്ചാല്, എന്റെ ലാപ്പ് പവർ കുറഞ്ഞ കാരണതുകൊണ്ട് ഭയങ്കര ലാഗ് വരും. ഈ ക്യാപ്ഷൻസ് നിറച്ച് വരുമ്പോൾ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണെങ്കിൽ ഭയങ്കര ലാഗ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഈ നോട്ടോ സയൻസ് മലയാളം ഇവിടെ എടുക്കണ്ടാവും. ഇപ്പൊ കണ്ട ചെക്കായി. അതാണ് സീൻ. അതൊക്കെ കണ്ട. നമുക്കിപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ വെച്ച് കാണിച്ചു തരാം. അപ്പോ ഈ വീഡിയോന്റെ താഴെ ഈ കാണുന്ന ക്യാപ്ഷൻസ് ഒന്നും ഞാൻ ടൈപ്പ് ചെയ്ത് കയറ്റിയതില്ല. ഞാൻ നമ്മുടെ ക്യാപ് കട്ടില് PC-ലാണ് കേട്ടോ. എഫക്ട് വെച്ചിട്ട് ക്യാപ്ഷൻ യൂസ് ചെയ്ത് ചെയ്തതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും കണ്ടോ, നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ സുഖമായിട്ട് നമ്മൾ ക്യാപ്ഷൻസ് എടുത്തത്. അതായിട്ട് നിങ്ങൾക്ക് ഇവിടെ എഫക്ട് ഇതൊക്കെ മാറ്റാൻ അറിയാം. സ്ട്രോക്ക് കൂട്ടാം, അതുപോലെ അതിന്റെ സൈസ് കൂട്ടാം, കട്ടി കൂട്ടാം, ബോൾഡ് ആക്കാം. അതൊക്കെ നമുക്ക് ചെയ്യണ പോലെ ചെയ്യാം. പക്ഷെ ഇതിൽ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളിതൊക്കെ എങ്ങനെ അടിച്ചു വിട്ടാലും നമ്മൾ ഈ പറഞ്ഞ ഇംഗ്ലീഷ് വേർഡ് ഉള്ളു. ഇപ്പൊ ഞാൻ 11 Pro Plus എന്നിട്ടുള്ള ഫോണിന്റെ കേസ് പറയുമ്പോൾ ആ 11 Pro Plus എന്നുള്ളതും മലയാളവൽക്കരിച്ച് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വാക്കുകൾ മാത്രം പോയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ മാത്രം നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കയറ്റി വിട്ടാൽ മതി. അപ്പൊ അങ്ങനെയാണ് ഈ മലയാളം ഫോണ്ട് ആഡ് ചെയ്യുക. പിന്നെ എക്സ്പോർട്ട് ചെയ്യാറിയണവർ പിന്നെ ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്കിപ്പ് ചെയ്തോടാം. അപ്പൊ ഇനി ഇത് നമ്മളിപ്പോ ഫീച്ചർ ആണല്ലോ. ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആദ്യം സാധാരണ എക്സ്പോർട്ട് അടിക്കുമ്പോൾ ഇവിടെ വരും ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കിട്ടില്ല. അപ്പൊ അവരോട് പോയി പണി നോക്കാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് അടിച്ചെടുക്കുക. എന്നിട്ട് കൺട്രോൾ അടിച്ചിട്ട് മൊത്തം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മള് ക്രിയേറ്റ് കോമ്പൗണ്ട് പ്രോജക്റ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് എങ്ങനെയോ അതിന് മുന്നേ ഒരു കാര്യമാണ് അത് പറഞ്ഞു. ഇത് ചെയ്യാനൊക്കെ മുന്നേ നമ്മൾ ഇതിന്റെ എക്സ്പോർട്ട് ആയി എടുക്കുന്ന സ്ഥലം കുറെ എവിടെയെങ്കിലും കാട്ടുമുക്കിലേക്കാവും. അപ്പൊ നമ്മൾ ഈ എക്സ്പോർട്ടില് ഇപ്പൊ കാണിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല കേട്ടോ. പറ്റില്ല, നിങ്ങൾ മുന്നേ പോയി ചെയ്തു. സെറ്റിംഗ്സിൽ പോയിട്ട് ഈ സേവ് ടു ഇല്ലേ, ഈ ലൊക്കേഷൻ ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ള കണ്ടോ, ഡെസ്ക് ടോപ്പിൽ ഇട്ടിട്ടുള്ളത്. ഡെസ്ക് ടോപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൊണ്ട് ഇടുക കേട്ടോ. ഈ സേവ് ലൊക്കേഷൻ മാറ്റാൻ മറക്കല്ലേ. അപ്പൊ അത് ഞാൻ ഓൾറെഡി ഇട്ടുണ്ട്, അത് ഞാൻ പറയാൻ പറഞ്ഞു. അത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് ക്രിയേറ്റ് കോമ്പൗണ്ട് സബ് പ്രോജക്റ്റ് അടിച്ചതിന് ശേഷം
ഇത് കണ്ടോ, ഈ പ്രീ പ്രോസസ് കോമ്പൗണ്ട് ക്ലിപ്പ് സബ് പ്രൊജക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ അതിന്റെ അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. അപ്ലൈങ് വൺ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം എടുക്കും. അത് ഞാൻ അടിച്ചു കളയാം. അപ്പൊ നമ്മുടെ ആ സംഭവം ആ ഓപ്ഷൻ അങ്ങോട്ട് വന്നു. അതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ക്യാപ്കട്ട് പ്രോ എന്ന് പറഞ്ഞിട്ട് കണ്ട, അത് ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ ലൊക്കേഷൻ വന്നില്ല, അവിടെ പോയിട്ട് ക്യാപ്കട്ട് ഡ്രാഫ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പേര് കണ്ട, നമ്മുടെ ഫയലിന്റെ 1103 അത് ഇവിടെ വന്ന് എടുക്കണ്ടാവും. 2 വന്നിട്ടുണ്ടല്ലോ, അതിൽ ഏതിലും ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ പോവാ, റിസോഴ്സസ് എടുക്കുക. അപ്പൊ ഇതിലില്ല, അപ്പൊ ഇതിലാവും. ഇതിൽ പോവാ, റിസോഴ്സസ് എടുക്കുക, കോമ്പിനേഷൻസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേഗം എടുക്കണം നമ്മുടെ ഫയല്. എന്നിട്ട് എന്താ വെച്ചാലേ ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിടുക. മനസ്സിലായില്ലേ? അപ്പൊ എന്നിട്ട് പഴയ ഫയലില്ലേ അതങ്ങ് ഡെലിറ്റ് ചെയ്താളെ. എന്നിട്ട് നമ്മളിത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ AI ഫീച്ചേഴ്സും ഉണ്ട്, എല്ലാ ക്യാപ്ഷനും ഉണ്ട്. അതായിട്ട് നൈസായിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധനം എക്സ്പോർട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇതിലെന്തെങ്കിലുമൊക്കെ മറന്ന് ഞാൻ മണ്ടത്തരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കമന്റിൽ സെറ്റ് ചെയ്ത് വെച്ചുതരാം. അപ്പൊ ഇത്രയുള്ളൂ, എക്സ്പോർട്ട് ചെയ്തിട്ട് എടുക്കുക.